ഇന്ത്യയുടെ ഗ്രാമവികസന ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിച്ചാണ് കേന്ദ്ര ഗവൺമെന്റ് VBG റാംജി എന്നറിയപ്പെടുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ നടപ്പാക്കുന്നതിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഇക്കൊല്ലം ജൂലൈ 1 മുതൽ രാജ്യമെമ്പാടും ഈ നിയമം പ്രാബല്യത്തിൽ വരാനിരിക്കുകയാണ്. രാജ്യത്ത് നടപ്പാക്കി വരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കിയാണ് ഈ പദ്ധതി വരുന്നത്. കഴിഞ്ഞ 20 വർഷമായി ഗ്രാമീണ കുടുംബങ്ങൾക്ക് താങ്ങായി നിന്നിരുന്ന തൊഴിലുറപ്പ് പദ്ധതി പുതിയ പദ്ധതിയായി അവതരിക്കുമ്പോൾ വലിയ ആശങ്കകളാണ് ഉയരുന്നത്. സംസ്ഥാന സർക്കാരിന് വൻ ബാധ്യതയും തൊഴിൽ ദിനങ്ങളുടെ കുറവും ഘടനാപരമായ വ്യത്യാസവും സൃഷ്ടിച്ച് പദ്ധതി യാഥാർത്ഥ്യമാവുമ്പോൾ സത്യം പറയട്ടെ, VBG റാംജി എന്ന വികസിത ഭാരത പദ്ധതിയുടെ സാധ്യതകളും ആശങ്കകളും വിലയിരുത്തുകയാണ്. ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് 2004 ഓഗസ്റ്റ് 23-നാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ നിയമനിർമ്മാണമായ തൊഴിലുറപ്പ് പാർലമെന്റ് ഐക്യകണ്ഠേന പാസാക്കിയത്. 2006 ഫെബ്രുവരി 2-ന് ആന്ധ്രാപ്രദേശിലെ അനന്തപൂരിൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഗ്രാമീണ കുടുംബങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷം 100 തൊഴിൽ ദിനങ്ങൾ അനുവദിക്കുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. കോടിക്കണക്കിന് ഗ്രാമീണ കുടുംബങ്ങൾക്ക് ഇത് പ്രധാന വരുമാന മാർഗമായി മാറി. സ്ത്രീകൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിത് വിഭാഗങ്ങൾക്കും പദ്ധതി വലിയ തുണയായി. എന്നാൽ മോദി സർക്കാർ അധികാരമേറ്റ ശേഷം ഗ്യാരണ്ടി ചെയ്ത 100 ദിവസത്തെ തൊഴിൽ കിട്ടാത്ത കുടുംബങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. കേരളത്തിനുള്ള തൊഴിലുറപ്പ് വിഹിതത്തിൽ കടുംവെട്ടാണ് കേന്ദ്രം കഴിഞ്ഞ 5 വർഷങ്ങളിൽ നടത്തിയത്. 2022-23 സാമ്പത്തിക വർഷം 3854.68 കോടിയായിരുന്നു കേന്ദ്രത്തിന്റെ വിഹിതമെങ്കിൽ 2025-26 ഇത് 2928.34 കോടിയായി കുറഞ്ഞു. മാത്രമല്ല, തൊഴിൽ ദിനങ്ങളിലും വെട്ടിക്കുറവ് വരുത്തി. തൊഴിലുറപ്പ് പദ്ധതിയെ കൂടുതൽ ശക്തിപ്പെടുത്താനായി ജൂലൈ 1 മുതൽ VBG റാംജി പദ്ധതി ആരംഭിക്കും എന്നാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. നിയമപ്രകാരമുള്ള പ്രവർത്തനങ്ങൾക്കായി 2026-27 സാമ്പത്തിക വർഷത്തിൽ കേന്ദ്രവിഹിതമായി 95,692.31 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ കുടുംബങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ തൊഴിൽ ദിവസം 100-ൽ നിന്ന് 125 വർദ്ധിപ്പിക്കും എന്നതാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷത. പക്ഷേ പദ്ധതിയുടെ സാമ്പത്തിക ഉത്തരവാദിത്തത്തിന്റെ വലിയൊരു പങ്ക് സംസ്ഥാനങ്ങളാണ് വഹിക്കേണ്ടി വരിക. എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും 60-40 എന്ന അനുപാതത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും ചെലവ് പങ്കിടേണ്ടി വരും. ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ 318 ഇനം പ്രവർത്തികളുടെ പട്ടികയിൽ നേരത്തെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ചെയ്തുകൊണ്ടിരുന്ന പലതും ഒഴിവാക്കിയിട്ടുണ്ട് എന്നത് തിരിച്ചടിയാകും. ഒഴിവാക്കിയതിൽ പലതും അവിദഗ്ധ തൊഴിൽ നൽകാൻ കഴിയുന്നവയാണ്. VBG റാംജി പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി ഉൾപ്പെടെ പുറത്താകുമെന്ന് രേഖകൾ വെളിപ്പെടുത്തുന്നു. ലൈഫ് പദ്ധതിക്കായി തൊഴിലുറപ്പിൽ 90 അധിക തൊഴിൽ ദിനങ്ങളാണ് നൽകിയിരുന്നത്. നിലവിലുള്ള തൊഴിലുറപ്പ് പ്രതിദിന കൂലിയായി 369 രൂപ പ്രകാരം ഒരു ഗുണഭോക്താവിന് 33,200 രൂപയോളം ഇത് പ്രകാരം ലഭിച്ചിരുന്നു. ഇതാണ് കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുന്നത്. പുതിയ പദ്ധതിയുടെ കൂടുതൽ പ്രവൃത്തികളും വിദഗ്ധ അർദ്ധവിദഗ്ധ തൊഴിലാളികളെ ആവശ്യമുള്ള പ്രവൃത്തികളാണ്. ഇതിലൂടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത സാധാരണ തൊഴിലാളികൾ പുറത്താകും എന്നാണ് ആശങ്ക ഉയരുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് പ്രകൃതി വിഭവങ്ങളുടെ പരിപാലന പ്രവൃത്തികൾക്കായിരുന്നു. വലിയ തോതിൽ അവിദഗ്ധ കായിക തൊഴിൽ സൃഷ്ടിക്കാൻ പര്യാപ്തമായിരുന്നു അത്. എന്നാൽ പുതിയ പദ്ധതിയിൽ പ്രകൃതി വിഭവ പരിപാലനം എന്ന സമഗ്രമായ വികസന കാഴ്ചപ്പാടിനെ കേന്ദ്രം കൈയൊഴിഞ്ഞു. പൊതുഭൂമിയിലും ചെറുകിട നാമമാത്ര കർഷകരുടെ സ്വകാര്യ ഭൂമിയിലും ആവർത്തന സ്വഭാവമില്ലാത്ത ഭൂവികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിയുമായിരുന്നു. എന്നാൽ പുതിയ പദ്ധതിയിൽ അത്തരം പ്രവർത്തികൾ ഏറ്റെടുക്കുന്നതിന് സാധിക്കാതെ വരും. സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ വലിയ സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്നതാണ് പുതിയ പദ്ധതി. ഇനി മുതൽ ഒരു നിശ്ചിത അലൊക്കേഷൻ മാത്രമായിരിക്കും കേന്ദ്ര സർക്കാർ നൽകുക. അതും ആകെ ചെലവിന്റെ 60% മാത്രം. അതിനുപരിയായി എത്ര തുക അധികം വന്നാലും അത് സംസ്ഥാന സർക്കാരുകൾ തന്നെ വഹിക്കണം.
ഫലത്തിൽ പുതിയ പദ്ധതി വരുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ കണക്കനുസരിച്ച് ശരാശരി 2000 മുതൽ 2500 കോടിയോളം രൂപ സംസ്ഥാനം ഇതിനായി അധികം കണ്ടെത്തേണ്ടി വരുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ തൊഴിലാളികൾ തൊഴിലവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായതിനാൽ തൊഴിലാവശ്യം എല്ലായ്പ്പോഴും ഉയർന്നതായിരിക്കും. തൊഴിൽ ആവശ്യപ്പെട്ടെങ്കിലും 15 ദിവസത്തിനകം നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകണമെന്ന വ്യവസ്ഥ നിലവിലെ നിയമത്തിലുണ്ട്. മാത്രമല്ല, വേതനം വൈകുന്നതിന് നഷ്ടപരിഹാരവുമുണ്ട്. എന്നാൽ ഇനി മുതൽ ഇവ പൂർണ്ണമായും സംസ്ഥാനം നൽകണമെന്നാണ് വ്യവസ്ഥ. വിതയ്ക്കൽ, കൊയ്ത്ത് തുടങ്ങിയ പ്രധാന കാർഷിക സീസണുകളിൽ 60 ദിവസം വരെ പദ്ധതി നിർത്തിവെക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്നതാണ് കേരളത്തെ പ്രതികൂലമായി ബാധിക്കുന്ന മറ്റൊരു നിർദ്ദേശം. കേരളത്തിലെ കൃഷികൾ സീസണൽ എന്നതിലുപരി വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ്. കൂടാതെ കേരളത്തിലെ ഗ്രാമീണ തൊഴിലാളികളിൽ ഭൂരിഭാഗവും സ്വന്തമായി ഭൂമിയില്ലാത്തവരോ നാമമാത്ര ഭൂമിയുള്ളവരോ ആണ്. അവർക്ക് കാർഷിക സീസണിൽ മാത്രം ജോലി കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരുടെ ഉപജീവനത്തിൽ ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. ഇന്ത്യയിലെ ശരാശരി കാർഷിക വേതനം 345 രൂപയും കേരളത്തിലെ ശരാശരി കാർഷിക വേതനം 764 രൂപയുമാണ്. കേരളത്തിലെ തൊഴിലുറപ്പ് വേതനമാകട്ടെ 369 രൂപയും. കേരളത്തിലെ ഉയരുന്ന ജീവിത ചെലവ് പരിഗണിക്കുമ്പോൾ തൊഴിലുറപ്പ് വേതനം തന്നെ കുറവാണ്. ഈ സാഹചര്യത്തിൽ 60 ദിവസത്തോളം പദ്ധതി നിർത്തിവെക്കുന്നത് ദരിദ്ര കുടുംബങ്ങളെ പട്ടിണിയിലേക്ക് നയിക്കും. VBG റാംജി പദ്ധതിയിൽ തൊഴിലാളികളുടെ വേതനം തടയുന്നതിനും വ്യവസ്ഥകളിൽ ദുരുപയോഗത്തിനുമുള്ള സാധ്യതകൾ നിരവധിയാണ്. പദ്ധതി നിർവഹണത്തെ സംബന്ധിക്കുന്ന പരാതികളിൽ പ്രാഥമികമായി വീഴ്ചകൾ കണ്ടെത്തിയാൽ പോലും ഫണ്ട് തടയാമെന്നാണ് പുതിയ വ്യവസ്ഥ. പ്രാഥമിക വീഴ്ച എന്നത് നിർവചിച്ചിട്ടില്ലാത്തതിനാൽ വ്യവസ്ഥ എങ്ങനെ ഉപയോഗിക്കുമെന്നതും ആശങ്കയാണ്. നിലവിൽ സംസ്ഥാന തലത്തിൽ പദ്ധതി ഏകോപിപ്പിക്കുന്നത് സംസ്ഥാന തൊഴിലുറപ്പ് കൗൺസിലാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ഈ കൗൺസിലിന് മുകളിൽ സ്റ്റേറ്റ് ലെവൽ സ്റ്റിയറിംഗ് കമ്മിറ്റി വരും. മാത്രമല്ല, ഈ കമ്മിറ്റിയിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധി കൂടി ഉണ്ടാകും. കേരളത്തിലെ തൊഴിലാളികളിൽ 28.47%, ദേശീയ തലത്തിൽ 12.1%, 61-നും 80-നും ഇടയിൽ പ്രായമുള്ളവരാണ്. കഠിനമായ ശാരീരിക അധ്വാനം വേണ്ട ജോലികൾക്കാണ് പുതിയ നിയമം പ്രധാനമായും ഊന്നൽ നൽകുന്നത്. ഇതാകട്ടെ പ്രായമായ തൊഴിലാളികളെയും സ്ത്രീകളെയും പദ്ധതിയിൽ നിന്ന് പുറത്താക്കാനുള്ള പരോക്ഷമായ നീക്കമാണെന്ന വിമർശനവുമുണ്ട്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനമില്ലെന്നും കൂടുതൽ മെച്ചപ്പെട്ട പദ്ധതിയാണ് വരുന്നതെന്നുമാണ് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്തതിലും യാതൊരു ചർച്ചകളും കൂടിയാലോചനകളും ഇല്ലാതെ നിയമനിർമ്മാണം നടത്തിയതിനെതിരെയും കോൺഗ്രസ് പാർട്ടി രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും തൊഴിലുറപ്പ് പദ്ധതി 2 പതിറ്റാണ്ടായി ജനങ്ങളിൽ സാമ്പത്തികമായും സാമൂഹികമായും ഉണ്ടാക്കിയ മാറ്റം ചെറുതല്ല. സാധാരണക്കാർക്ക് ഇത്രത്തോളം താങ്ങായി നിന്ന പദ്ധതികൾ അധികമൊന്നും ഉണ്ടായിട്ടുമില്ല. പദ്ധതി പുനരവതരിപ്പിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന് തന്നെയാകണം മുൻഗണന. ഇക്കാര്യം മുഖവിലക്കെടുത്തു തന്നെയാകും ഭരണാധികാരികൾ പദ്ധതി തയ്യാറാക്കിയത് എന്ന് തന്നെയാണ് സത്യം പറയട്ടെ പ്രതീക്ഷിക്കുന്നത്. അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.